ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ഷേക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം പഴുത്തതാണ്. ഇതിപ്പോൾ ഒരെണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേന്ത്രപ്പഴം ആയിരിക്കും കുറച്ച് ടേസ്റ്റ്, അല്ലെങ്കിൽ ചെറുപഴം എടുക്കാം. പിന്നെ ഒരു 12 ഈന്തപ്പഴം, നന്നായിട്ട് പഴുത്ത സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സാണ് ഇതിനായിട്ട് വേണ്ടിയത്. കട്ടിയുള്ളത് എടുക്കരുത്. പിന്നെ ഒരു 2 ആപ്പിള് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഐറ്റംസൊക്കെയാണ് നമ്മുടെ ജ്യൂസിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തിയാണ്. ഇതിൽ പഞ്ചസാര ഒട്ടും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ എല്ലാം ജാറിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലെല്ലാം കൂടി ഒഴിക്കരുത്. ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ആദ്യം ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇടണം. അപ്പോൾ ഏലക്കാപ്പൊടി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പകരം നിങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാം. ഒരു ഗ്ലാസ്സിൽ താഴെ പാല് മാത്രം ഇതിലേക്ക് ഒഴിക്കണം. ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം മാത്രമേ ബാക്കി പാൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ല വൃത്തിയായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞതിന് ശേഷം ബാക്കി പാലും കൂടി ഇതിലേക്ക് ചേർക്കാം. അതുപോലെ നിങ്ങൾ പാലെടുക്കുമ്പോൾ പാല് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല തണുത്ത പാല്, ഫ്രീസറിൽ വെച്ച് നല്ല തണുത്ത പാല് വേണം യൂസ് ചെയ്യാൻ. അല്ലെങ്കിൽ നല്ല ഫ്രീസ് ചെയ്ത് കട്ടിയാക്കിയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കി തണുത്ത പാലും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം കട്ടിയാക്കിയിട്ടില്ല, അത്യാവശ്യം നല്ല തണുപ്പോടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പം പാല് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരുപാട് നേരം അടിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് പാല് മിക്സ് ആയാൽ മതി. ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫ്രീസറിൽ വെച്ച് നല്ല കട്ടിയായ പാലാണെങ്കിൽ കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. അപ്പോൾ എങ്ങനെയാണ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി. പഞ്ചസാര ഇട്ടില്ലെങ്കിൽ നല്ല മധുരമാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. ചോക്ലേറ്റ് സിറപ്പ് ജസ്റ്റ് ഡെക്കറേഷന് വേണ്ടി ഒഴിക്കുന്നതാണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. ഈ ഗ്ലാസ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും വരില്ല. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു ഡിസൈനിൽ ഇത് കിട്ടും. കണ്ടോ, ഞാനിപ്പോൾ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും സിറപ്പ് ഒഴിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ. ഞാനിപ്പോൾ അതുപോലെ 2 ഗ്ലാസ്സിലും ഒഴിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിൽ ഇത് ഒഴിക്കണമെന്നൊന്നും ഇല്ല. കാരണം ഒരു ഭംഗിക്ക് മാത്രമാണിത്. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ അടിച്ചു വച്ചിരിക്കുന്ന ഷേക്ക് പകർന്നു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് നട്ട്സ് ഇതിനകത്ത് ഇടുവാണ്. മിക്സഡ് നട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ കാഷ്യൂനട്ടും ബദാമും അതുപോലെ തന്നെ ഉണക്കമുന്തിരി എല്ലാം ഉണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഷേക്ക് ഒഴിക്കുകയാണ്. ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. ഈന്തപ്പഴവും ആപ്പിളൊക്കെയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ നോമ്പ് തുറക്കൊക്കെ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഞാനിപ്പോൾ ഇതൊന്ന് പകർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്ത് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നട്ട്സ് നമ്മൾ വേണമെങ്കിൽ അരച്ച് ചേർക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടിയത് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിൻ്റെ പുറത്തും ഞാനിപ്പോൾ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്